തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്താൻ 1 മണിക്കൂർ 20 മിനിറ്റ്, കോഴിക്കോടെത്താൻ 2.5 മണിക്കൂർ, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കാണെങ്കിൽ 3 മണിക്കൂർ 50 മിനിറ്റ്. അതിവേഗ റെയിൽ സാധ്യമായാൽ ട്രെയിനിലും കാറിലും ബസ്സിലുമൊക്കെയായി നമ്മൾ ചെലവഴിക്കുന്ന സമയം അത്രയും കുറയും. ഇ ശ്രീധരനാണ് അതിവേഗ റെയിലിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് വ്യക്തമാക്കിയത്. പദ്ധതി ചെലവ് 60,000 കോടി രൂപയാണ്. കേന്ദ്രവും കേരളവും 30,000 കോടി രൂപ വീതം ചിലവഴിക്കണം. നിർമ്മാണം തുടങ്ങിയാൽ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാം എന്നതാണ് പദ്ധതി. ജനസാന്ദ്രതയേറിയ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനും പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് ഈ പദ്ധതിയിൽ. 70% എലിവേറ്റഡ് പാതയും 20% ടണൽ പാതയുമാണ്. ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ടണൽ പാതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 8 കോച്ചുകൾ, അതിൽ 560 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. ഓരോ 5 മിനിറ്റിൻ്റെ ഇടവേളയിലും സർവീസ് ഉണ്ടാവും. കേൾക്കുമ്പോൾ ആഹാ എത്ര സുന്ദരമെന്ന് തോന്നും. പക്ഷേ സിൽവർ ലൈൻ പദ്ധതി ഒരു വഴിക്കാക്കിയവരാണ് നമ്മൾ എന്നത് മറന്നുകൂടാ. ഇനി അതിവേഗ റെയിൽ നടപ്പാക്കാൻ ഒരുങ്ങിയാലും അതിനെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അതിവേഗ യാത്രാ സംവിധാനങ്ങളില്ലാതെ നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകും? കേരളം ഇനിയും എത്ര നാൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങും? ഓരോ ദിവസത്തിൻ്റെയും നല്ലൊരു ശതമാനം സമയവും വഴിയിൽ കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണ്ടേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം.